മുഴുത്ത ഒറ്റ കുറ്റി പോലും ഇല്ല. അറ്റം വരെയല്ലേ ഓരോരുത്തന്മാർ വലിച്ചു കയറുന്നത്. ഇന്നലെ രാത്രി ഒരെണ്ണം സൂക്ഷിച്ചു വെച്ചിരുന്നതാ, അതും ആരോ തപ്പിയെടുത്തു. ആ ഇനിയിപ്പോ ഇതുകൊണ്ട് ഒപ്പിക്കാം. ഞാൻ പറയാൻ പോണ കാര്യം നിനക്കിഷ്ടാവില്ല എന്ന് എനിക്കറിയാം. കാരണം നിന്റെ പ്രായത്തിൽ എനിക്കും മൂത്തോരുടെ ഉപദേശത്തോളം വെറുപ്പുള്ള മറ്റൊരു സംഗതി ഇല്ലായിരുന്നു. എന്താ പക്ഷേ? പറയാനുള്ളത് നിന്റെ കാര്യ. പക്ഷേ എന്റെ കാര്യത്തിൽ നിന്ന് തുടങ്ങാം, അതാവും എളുപ്പം. മാഷ് പറയൂ. നിന്നെ കോളേജിൽ നിന്ന് സസ്പെൻഡ് ചെയ്തില്ലേ? ഉവ്വ്. പക്ഷെ അവരെന്നെ തിരിച്ചെടുത്തു മാഷേ. എന്നെയും പഠിക്കണ കാലത്ത് കോളേജിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. പിന്നോട്ട് തിരിച്ചെടുത്തിട്ടില്ല താനും. ഉപ്പ് സത്യാഗ്രഹത്തിൽ പങ്കെടുത്തതിന്, വിദേശാധിപത്യത്തിൽ നിന്നും രാജ്യത്തെ രക്ഷിക്കാൻ ഒരു മഹാജനതയോടൊപ്പം സമരം ചെയ്തതിന്, അങ്ങനെ വല്ലതിനുമാണോ നിന്നെ സസ്പെൻഡ് ചെയ്തത്? മോനെ, ഉപത്തിന്റെ കുറവുകൊണ്ട് ആരും നശിച്ചു പോയിട്ടില്ല. മരിക്കുന്ന നിമിഷം വരെ മനുഷ്യന് നന്നാവാൻ സമയമുണ്ട്. വാ, നമുക്ക് അങ്ങോട്ട് മാറിയിരിക്കാം. എനിക്ക് അധികം നേരം നിൽക്കാൻ വയ്യ. മാഷക്കൊന്നും അറിഞ്ഞൂടാ. കൊല്ലത്തിലൊരിക്കലല്ലേ അച്ഛൻ വരേണ്ടത്. ഉപദേശവും ശകാരവും തല്ലുവല്ലാതെ സ്നേഹത്തോടൊരു വാക്ക് ഇന്നോളം അച്ഛൻ എന്നോട് പറഞ്ഞിട്ടില്ല. അപ്പോ പട്ടാളക്കാരുടെ ജീവിതം എന്താന്ന് ഇപ്പൊ നിനക്ക് മനസ്സിലാവില്ല. 10-30 കൊല്ലം ഒറ്റയ്ക്ക് ഒരു സുഖമില്ലാതെ അന്യരാജ്യത്ത് കഴിഞ്ഞാൽ തന്നെ മനുഷ്യൻ കരിങ്കല്ലായി പോവും. പക്ഷേ നിന്റെ അച്ഛൻ ഇപ്പോഴും കരിങ്കല്ലായിട്ടില്ല. തട്ടും പുറത്തിട്ട നാളികേരം പോലെ. ഉണക്ക് കൂടുതലുണ്ടെന്ന് മാത്രം. നാളികേരത്തിന് ഉണക്ക് കൂടുമ്പോ മധുരവും കൂടും. അതുപോലെയാ നിന്നോടുള്ള അവന്റെ സ്നേഹം. ഞാൻ അവനെ മാത്രമല്ല നിന്നെയും പഠിപ്പിച്ചിട്ടില്ലേ കുട്ടിയെ? നിന്റെ വിഷമവും എനിക്ക് മനസ്സിലാകും. പക്ഷെ ഇപ്പോ നിന്റെ അച്ഛന്റെ വിഷമാ എനിക്ക് വലുത്. അത്രയ്ക്ക് വിഷമിച്ചിട്ടാ അവൻ പോയത്. നിന്റെ അമ്മ നീ പോയ പിന്നെ വെള്ളം കുടിച്ചിട്ടില്ല. അറിയോ നിനക്ക്? പ്രഷറിന്റെ അസുഖമുള്ള കുട്ടിയല്ലേ അവള്. അധികം മനസ്സ് വിഷമിച്ച എന്തും സംഭവിക്കാം. ആ വിവരം നിന്നെ അറിയിക്കാൻ വരാൻ എനിക്ക് വയ്യ. അതുകൊണ്ടാണ് സുഖമില്ലേലും വെളുപ്പിനെ എണീച്ച് ഞാൻ ഇങ്ങോട്ട് പോകുന്നത്. ഇനി നിന്റെ ഇഷ്ടം. മായ്ച്ചളയോ? ഇല്ല. ഈശ്വരവിശ്വാസം ഇല്ലാഞ്ഞിട്ടാ ഇങ്ങനെ ഒരുത്തി തോന്നണേ. വിശ്വാസം ഉണ്ടാകും. നിന്റെ ഈശ്വരൻ എന്നെ തോന്നിപ്പിക്കാത്ത എന്താ? അതൊന്നും എനിക്കറിയില്ല. നല്ല ബുദ്ധി തോന്നണേന്ന് പ്രാർത്ഥിച്ചാ നല്ല ബുദ്ധി തോന്നും, അത്ര തന്നെ. അമ്മയോട് മിണ്ടിയോ? ഇല്ല. അമ്മ വെള്ളമെങ്കിലും കുടിച്ചോന്ന് ചോദിച്ചോ? മിണ്ടാണ്ട് എങ്ങനെയാ ചോദിക്കാ? ദുഷ്ടനാ അപ്പുവേട്ടൻ, മഹാദുഷ്ടൻ. ലതേ, ആഹാ, ഇന്നത്തെ ഊരുവീട്ടില് നേരത്തെ കഴിഞ്ഞോ? തോന്നുമ്പോ കേറി വരിക, തോന്നുമ്പോ ഇറങ്ങി പോവുക. ഇതെന്താ വഴിയമ്പല? എന്തേ കണ്ണിട്ട് പേടിപ്പിക്ക അൽപ്പായസുകാരാ? വെറുതെ മെക്കെട്ട് കയറാൻ പറഞ്ഞത്. മിണ്ടാണ്ടിരുന്നോ നിങ്ങളവിടെ? അയ്യടാ, മിണ്ടാണ്ടിരിക്കേ. ഇതേ നിന്റെ അമ്മയുടെ തറവാടൊന്നുമല്ല, എന്റെ വീടാ. അമ്മ ഉറങ്ങിയോ? ഇല്ല.
അമ്മ വല്ലതും കഴിച്ചോ? ഇല്ല, നീ വരട്ടെ എന്ന് കരുതി. പനിയുണ്ടോ? ഏയ്, വെറുതെ ക്ഷീണ. അമ്മ വരും, നമുക്ക് ഊണ് കഴിക്കാം. എന്തിനാടാ നിന്റെ അമ്മയെ നീ ഇങ്ങനെ തീതിയിട്ടിരിക്കുന്നത്? കണ്ണി ചോരയുണ്ടോ നിനക്ക്? നീ കാരണം ആദ്യ കയറി അവൾ അല്പായുസായി പോവുകയേ ഉള്ളൂ. വൈദ്യരുടെ മരുന്നുമായിട്ട് ഇങ്ങനെ ഇരുന്നിട്ട് കാര്യമില്ല. ഡോക്ടറെ കാണാറുന്നില്ലേ? നീ വിഷയം മാറ്റാതെ അപ്പു. നിന്റെ അച്ഛനും അമ്മയും എത്ര നടക്ക് വഴിപാട് കഴിച്ചിട്ടാ നീ ഉണ്ടായെന്ന് അറിയോ നിനക്ക്? ഞാൻ എന്താ വേണ്ട അമ്മേ? എന്താ വേണ്ടെന്നോ? തല്ലും കൂട്ടവും തർക്കൂത്തിലുമായിട്ട് നടക്കാണ്ട് അടങ്ങി ഒതുങ്ങി 4 അക്ഷരം പഠിച്ച് അവനോന്റെ കാര്യം നോക്കണം. ശരി അമ്മേ. എന്റെ മോനെ, തന്തയുടെയും തള്ളിയുടെയും ഗുരുത്വം അവര് ജീവിച്ചിരിക്കുമ്പോഴേ നേടാൻ പറ്റൂ. ലതേ, ഇണങ്ങാൻ വന്നിരിക്ക. ഓ പിന്നെ നിന്നോട് ഇണങ്ങിയിട്ട് എനിക്ക് വലിയ കാര്യമല്ലേ? എന്നാ പൊക്കോളൂ. ചീത്ത കുട്ടികളുടെ കൂട്ടി എനിക്ക് വേണ്ട. ഞാൻ ചീത്തക്കുട്ടി അല്ലല്ലേ? അച്ഛനെയും അമ്മയെ അനുസരിക്കാണ്ടേ ഈശ്വരനെയും കൂടി പേടില്ലാണ്ട് തോന്നിയാസായിട്ട് നടക്കണവരല്ലാണ്ട് പിന്നെ ആരാ ചീത്ത കുട്ടികള്? എനിക്ക് അപ്പുവിനോട് യാതൊരു വിരോധമില്ല. ഒരാൾ എന്നെ കയ്യേറ്റം ചെയ്താൽ തിരിച്ചടിക്കാനുള്ള ആരോഗ്യം എനിക്ക് എന്നുമുണ്ട്. പക്ഷേ ഏതൊരു തരം അക്രമത്തിനും ശക്തിയേക്കാൾ പ്രധാനം അത് ചെയ്യാനുള്ള മാനസികാവസ്ഥയാണ്. എനിക്കതൊരിക്കലും ഉണ്ടായിട്ടില്ല. ഉണ്ടാകാൻ എൻ്റെ വിവേകം എന്നോട്ട് അനുവദിക്കാറുമില്ല. സാർ, നോ, എന്നോട് മാപ്പ് ചോദിക്കരുത്. ഗോപിനാഥൻ എന്ന് പറയുന്ന മനുഷ്യൻ അപ്പുവിനോട് ക്ഷമിക്കാനാവും. പക്ഷെ ഗോപിനാഥൻ എന്ന അധ്യാപകന് ക്ഷമിക്കാനാവില്ല. തന്നോടുള്ള അനാദരവിനേക്കാൾ ഒരു അധ്യാപകന് ക്ഷമിക്കാനാകാത്ത തെറ്റ് ഒരു വിദ്യാർത്ഥി സ്വന്തം ബുദ്ധിശക്തി പാഴാക്കി കളയുന്നതിലാണ്. റിയലി യു ആർ ആൻ ഇന്റലിജന്റ് സ്റ്റുഡന്റ്. ഈ വിഡ്ഢിത്തം എല്ലാം അവസാനിപ്പിച്ച് അപ്പു പഠിത്തത്തിൽ ശ്രദ്ധിക്കണം. ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങി പാസ്സാവണം. അന്നേ ഗോപിനാഥൻ എന്ന് പറയുന്ന അധ്യാപകൻ അപ്പുവിനോട് ക്ഷമിക്കൂ. സാർ, അപ്പുവിനെ കുറിച്ച് എല്ലാം ഞാൻ അന്വേഷിച്ചറിഞ്ഞു. എന്റെ അനിയനും അപ്പുവിന്റെ സ്വഭാവമായിരുന്നു. ഒടുവിൽ അവൻ എന്റെ കൺമുമ്പിൽ വെച്ച് ഗുണ്ടകളുടെ കുത്തേറ്റ് പിടഞ്ഞു മരിച്ചു. ആവൂ, കൊണ്ടെന്നോ? കഴുത്തിനിറക്കം കുറച്ചും കൂടി കൂട്ടണോന്ന് പറഞ്ഞിരുന്നല്ലോ. ഇതും കൂടി ചേർത്തിപ്പോ 14 രൂപ തരാനുണ്ടെന്ന് പറഞ്ഞു ഏട്ടൻ. തരും പെണ്ണെ, ഞാൻ എങ്ങോട്ടും ഓടി പോണില്ലെന്ന് നിന്റെ ഏട്ടനോട് പറഞ്ഞേക്കൂ. കൈക്കും ഇറക്കം കൂടുതലാ. അപ്പോട്ടുണ്ടോ? അകത്തുണ്ടാവും പഞ്ചായത്ത് പ്രസിഡന്റ്. ഉപ്പു. അപ്പോട്ടാ, അപ്പോട്ടാ. വേണ്ട, എനിക്കാരും കൂട്ട് വേണ്ട. ഒറ്റയ്ക്ക് കഴിഞ്ഞോളാം. ഞാൻ സങ്കടം കൊണ്ട് പറഞ്ഞതല്ലേ? ഞാൻ സന്തോഷം കൊണ്ട് പറഞ്ഞതാ. ഒറ്റയ്ക്കാവുമ്പോ ആരുടെയും ദുർമുഖം കാണണ്ടല്ലോ. ഞാൻ വിചാരിച്ചു ഞാൻ പിണങ്ങിയ അപ്പോട്ട് ഞാൻ പറയണത് കേൾക്കുമെന്ന്. നീ പറയണതൊക്കെ അനുസരിക്കാൻ ഞാൻ നിന്റെ നായരാ? എന്നോട് സ്നേഹമുണ്ടെന്ന് കരുതി പറഞ്ഞതാ. ഇല്ലെങ്കി വേണ്ട, ഞാൻ പൊക്കോളാം. ആരോടും സ്നേഹമില്ലായിട്ടല്ല. പക്ഷേ നീ പറഞ്ഞ പോലെ ഞാനൊരു ചീത്തക്കുട്ടിയായിപ്പോയി. എങ്ങനെയോ